കുഞ്ഞിന്റെ കിടപ്പ് കണ്ട സഹിക്കത്തില്ല. പത്തനംതിട്ടയിൽ കേട്ട സർവരുടെയും നെഞ്ചു തകർത്ത ആ ക്രൂര കൊലപാതകം നടന്നത് എങ്ങനെയെന്നാൽ 21 വയസ്സുള്ള ഈ പെൺകുട്ടി ഒട്ടേറെ കാലമായി പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ കാമുകനിൽ നിന്നും ഗർഭം ധരിക്കേണ്ടി വന്നപ്പോൾ അത് നാട്ടുകാർക്ക് മാത്രമല്ല സ്വന്തം വീട്ടുകാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. 21 വർഷം തങ്ങൾ പോറ്റു വളർത്തിയ തങ്ങളുടെ മകൾക്ക് വയറ്റിൽ ഒരു കുട്ടി വളരുന്നത് 10 മാസം ആയിട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അന്ധരുമല്ല. അതെ, പത്തനംതിട്ടയിൽ നവജാത ശിശുവിനെ ചേമ്പിൻ്റെ ഇലയിൽ പൊതിഞ്ഞു വെച്ചെന്ന് പറഞ്ഞ അമ്മയുടെ അമ്മ പറഞ്ഞത് ഇത് തങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ആ അമ്മ പറഞ്ഞത്. ഇവർ എല്ലാവരും കൂടെ ചെയ്ത ഒരു കൊടും ചതി തന്നെയാണിത്, അതും പിറന്നു വീണ പിഞ്ചു കുഞ്ഞിനോട്. നോക്കൂ ഇവരുടെ സാഹചര്യം. ഈ സ്ത്രീയുടെ അച്ഛന് പുല്ലുവെട്ടാണ് പണി, വളരെ പ്രാരാബ്ധം നിറഞ്ഞ കുടുംബം, കഷ്ടതയിലുള്ള ജീവിതം, ആകെയുള്ളത് ഒരു മുറിയും ഒരു അടുക്കളയും ഒരു ഹാളും അടങ്ങിയ വീട്. ഈ വീട്ടിൽ നിന്നും ഈ പെൺകുട്ടി 10 മാസത്തോളം ഗർഭം മൂടിവെച്ചെന്നും അത് വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളതും എങ്ങനെയാണ് വിശ്വാസയോഗ്യമാകുന്നത്? ആദ്യം പ്രസവശേഷം കുഞ്ഞ് കയ്യിൽ നിന്ന് വീണു പോയതാണെന്നാണ് പറഞ്ഞത്. ഒരിക്കലും സത്യമതല്ല. അതിനെ വളർത്തുവാനുള്ള ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ ഇത് എല്ലാവരും അറിയുമായിരുന്നു. മൂടിവെച്ചത് തന്നെ ആരോരും അറിയാതെ തീർത്ത് കളയാൻ വേണ്ടി കൊലക്കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. എന്തിനു വേണ്ടി ഇത്തരത്തിലുള്ള ദുർനടപ്പുകളിലേക്ക് എത്തുന്നു ചിലർ. അതിനുശേഷം വലിയ വിപത്തുകളാണ് ഇവർക്ക് വന്നെത്തുന്നത് എന്നുള്ള യാതൊരു ബോധവുമില്ലാതെ ആ സാഹചര്യങ്ങളിലേക്ക് സ്വന്തം ഇഷ്ടത്തിലൂടെ തന്നെ ഇവർ കടന്നു പോകുന്നു. എന്നിട്ട് തങ്ങളുടെ ചെയ്തികളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി എന്ത് ക്രൂരകൃത്യം ചെയ്യുവാനും ഒരു മടിയും കാണിക്കാത്ത ഇത്തരക്കാർക്കെല്ലാം മനസ്സുണ്ടോ എന്നുള്ള കാര്യവും ചോദ്യചിഹ്നമാണ്. 21 വയസ്സുകാരി ഹോസ്പിറ്റലിൽ വരുന്നത് 12:30-ക്കാണ്. അതിന് ഏകദേശം 3/4 മണിക്കൂർ മുന്നേ ഇവിടെ CMO ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഡോക്ടർ അമലിന്റെ കോൾ വന്നിരുന്നു. ഈ കുട്ടി ആദ്യമായിട്ട് ചെയ്യുന്നത് ദയ ഹെൽത്ത് ക്ലിനിക് എന്ന് പറഞ്ഞ കിടങ്ങന്നൂരുള്ള പത്തനംതിട്ടയിലുള്ള ഒരു ക്ലിനിക്കിലാണ് ചെല്ലുന്നത്. ഇന്നലെ മുതൽ തുടങ്ങിയ ബ്ലീഡിംഗ് ആണ്, തലകറക്കമുണ്ട്, ക്ഷീണമുണ്ട്, ബ്ലീഡിംഗ് നിൽക്കുന്നില്ല എന്നുള്ള കംപ്ലൈന്റുമായിട്ടും കട്ടകട്ടയായിട്ട് ക്ലോട്ട്സ് പോകുന്നു എന്നുള്ള കംപ്ലൈന്റുമായിട്ടാണ് ഈ കുട്ടി ആ ക്ലിനിക്കിൽ ചെല്ലുന്നത്. അപ്പോൾ എന്നെ പരിചയമുള്ളത് കൊണ്ട് ഡോക്ടർ അമൽ വിളിച്ച് ചോദിച്ചു ബ്ലീഡിംഗ് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് മെഡിസിൻസ് ആണ് കൊടുക്കേണ്ടത്. മെഡിസിൻ എല്ലാം ഓവർ ഫോൺ പറഞ്ഞു കൊടുത്തു. പക്ഷേ ബ്ലീഡിംഗ് കൺട്രോൾ ആകുന്നില്ല എന്ന് കണ്ടിട്ട് ഡോക്ടർ അമൽ പേഷ്യന്റിനെ ഒരു ആംബുലൻസിൽ കയറ്റി ബേസിക് എമർജൻസി മെഡിക്കേഷൻസ് കൊടുത്തിട്ട് ഇങ്ങനെ റെഫർ ചെയ്യായിരുന്നു. കൊണ്ടുവരുമ്പോൾ ഹീമോഗ്ലോബിൻ 7 ആയിരുന്നു. കൗണ്ട് നോക്കുമ്പോൾ 33,000 ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം പേഷ്യൻറ്റ് സെപ്സിസിലാണ്. ആൻഡ് വളരെ വെളുത്ത പെയിലായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഈ കുട്ടി പറഞ്ഞു ഇന്ന് രാവിലെ തുടങ്ങിയ ബ്ലീഡിംഗ് ആണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നാണ്. പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചപ്പോഴാണ് മറുപിള്ളയും അതുപോലെ തന്നെ പുക്കിൾക്കൊടിയും വജൈന വഴി വെളിയിൽ വരുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ മനസ്സിലായി ഇത് ഡെലിവറിയെ തുടർന്നുണ്ടായ ബ്ലീഡിംഗ് ആണെന്ന്. നിരന്തരമായി ചോദിച്ചിട്ടും കുട്ടി എവിടെയാണെന്നോ കുട്ടി എന്ത് ചെയ്തെന്നോ പറയുന്നുണ്ടായിരുന്നില്ല.